ദേവരാജൻ എൻ്റെ ലോഡ്ജിൽ വന്ന് ഇരിക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ 2-3 ദിവസം താമസിക്കും. അപ്പോൾ ഞാൻ കോളേജിൽ പോകുന്ന അവസരത്തിൽ ദേവരാജൻ അവിടെ ഇരുന്ന് എൻ്റെ പുസ്തകശേഖരത്തിൽ നിന്ന് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചങ്ങമ്പുഴയുടെ പുസ്തകങ്ങളെടുത്ത് അതിങ്ങനെ മൂളി അതിന് ഒരു രൂപം നൽകും. അപ്പോൾ അന്ന് ഈ കവിത പാരമ്പര്യ രീതിയിൽ ഭംഗിയായി ചൊല്ലുക എന്നല്ലാതെ അങ്ങനെ ചൊല്ലുന്ന ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു അന്ന്. CI ഗോപാലപിള്ള സാറ്, MB മന്മഥൻ സാറ്, അവരൊക്കെ വള്ളത്തോളിൻ്റെയും ഒക്കെ കവിതകളിങ്ങനെ ഭംഗിയായിട്ട് ചൊല്ലും. അത് പക്ഷേ പൂത്തങ്കാവിൽ മാത്തന്തരകൻ അവരൊക്കെ കവിത ഭംഗിയായിട്ട് ചൊല്ലും. പക്ഷേ ആ ചൊല്ലുന്നത് മുഴുവനും ആ തനി പാരമ്പര്യ രീതിയിലാണ്, ട്രഡീഷണൽ രീതിയിലാണ്. അതിന് ഏതാണ്ട് ഒരു ഏകസ്വരതയുണ്ട്. അതൊരിക്കലും ആ ഈണത്തിനനുസരിച്ച് ആ കവിത ഗാഥയാണെങ്കിൽ ഗാഥ ചൊല്ലുന്നതിനൊരു രീതിയുണ്ട്. പക്ഷേ എനിക്കന്നും അത് അത്ര വലിയ തൃപ്തി തോന്നിയിട്ടില്ല. ഉദാഹരണം, ഇപ്പോൾ നദോന്നത ഞാനും ദേവരാജനൊക്കെ ഇതിനെപ്പറ്റിയുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടും. അപ്പോൾ ഈ നദോന്നത വൃത്തത്തിലാണ്, വഞ്ചിപ്പാട്ട് വൃത്തത്തിലാണ് രാമപുരത്തുവാര്യർ എഴുതിയത്, കുമാരനാശാൻ കരുണയും എഴുതിയത്. പക്ഷേ അത് രണ്ടും തമ്മിൽ എന്തൊരു അന്തരമാണ്. അപ്പോൾ ഈ കരുണയിലകത്ത് ഇങ്ങനെ വഞ്ചിപ്പാട്ടിനകത്ത് തന്നാനന്ന തത്തിത്താതിത്ത എന്ന് പറയുന്ന മാതിരി കരുണ ചൊല്ലി നോക്കിയാൽ കരുണയുടെ ആത്മാവ് അതിനകത്തുണ്ടാവില്ല. അപ്പോൾ ദേവരാജൻ അതിന് പറ്റിയ സംഗീതം കൊടുക്കണമെന്നൊരു അഭിപ്രായം ഉള്ളയാളായിരുന്നു. സാഹിത്യ പുസ്തകങ്ങളൊക്കെ ധാരാളം വായിക്കും. അതാണ് ദേവരാജൻ്റെ ഒരു പ്രത്യേകത. കവിതാ പുസ്തകങ്ങൾ ധാരാളം വായിക്കും ഈ സംഗീത ശില്പിയാവുന്നതിന് മുമ്പ്. അങ്ങനെ അദ്ദേഹം ചങ്ങമ്പുഴയുടെ ആ രഹസ്യം എന്ന കവിതയാണ് ആദ്യമായിട്ട് ഇങ്ങനെ മൂളി തന്നെത്താനെ ഇരുന്ന് മൂളും. ഹാർമോണിയം പോലുമില്ല ഈ ഇവിടുത്തെ ലോഡ്ജിൽ ഇരുന്ന് മൂളി അദ്ദേഹം വൈകുന്നേരത്ത് ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ എന്നെ ചൊല്ലി കേൾപ്പിക്കുമ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇത് കവിത ചൊല്ലാൻ പറ്റുമോ എന്ന്. ഇനി അത് ചൊല്ലി കേൾപ്പിക്കാൻ വയ്യ, എൻ്റെ മനസ്സിലതുണ്ട്. പക്ഷേ അതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 2 വരി പോലെ ആവില്ല പിന്നീട് വരുന്ന ഈരടി. പല്ലവിയും ചരണമൊക്കെ ആയിട്ട് അങ്ങനല്ല, അങ്ങനെ ഒരു ഡിവിഷനില്ല. അതിൻ്റെ ഭാവത്തിനനുസരിച്ച് മാറും. ഒരു നേരിയ ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം. ആരാവിൽ നിന്നോടു ഞാൻ ഓതിയ രഹസ്യങ്ങൾ ആരോടും അരുളരുതോ മനേ നീ എന്ന് പറയുന്ന ആ വരി മാറിയിട്ട് 2 വരി കഴിയുമ്പോൾ നർത്തന നിരതകൾ പുഷ്പിതലതീകകൾ നൽത്തളിറുകളാൽ നമ്മെ തഴുകിടവേ നാം ഇരുവരുമൊരു നീലശീലാതലത്തിൽ നാഗനിർവൃതി നേടി പരിലസിക്കേ. ഇപ്പോൾ എല്ലാവർക്കും വ്യത്യാസമുണ്ട്. ആ നിർവൃതിയും അവർ നർത്തന നിരതകൾ ഇതാണ് ദേവരാജൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കവിതയുടെ ഓരോ വരിയുടെ ആത്മാവ് മനസ്സിലാക്കി രാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മാറാതെ അങ്ങനെ ഈ ചൊല്ലി. അങ്ങനെ പൊന്നരിവാളാണ് ആദ്യമായിട്ട് എൻ്റെ ഇരുളിൽ നിന്നൊരു ഗാനം എന്ന് പറഞ്ഞ് എൻ്റെ ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു പാട്ടെടുത്ത് കവിതയായിട്ട് എഴുതിയ ഒരു നാടൻ കവിത, നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാടൻ കവിത, അത് എടുത്ത് അദ്ദേഹം ചൊല്ലി കേൾപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് ഈ വിദ്യാർത്ഥി യോഗങ്ങളിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ ദേവരാജനെ കൊണ്ട് അത് പാടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാടിക്കേട്ടപ്പോൾ ഒരു മുമ്പ് കേട്ടിട്ടില്ലാത്തൊരു സ്വരം, മുമ്പ് കേട്ടിട്ടില്ലാത്തൊരു ശൈലി. സംഗതി അത് കുറത്തി മട്ടിൽ എഴുതിയാണ്. പിള്ളത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടത് മാപ്പിളപ്പാട്ട് രീതിയിലും പാടാം. അപ്പോൾ അതനുസരിച്ച് പിന്നെയും അദ്ദേഹം ചങ്ങമ്പുഴയുടെ കവിതകളും യോഗത്തിൽ നിന്ന് ചൊല്ലിയിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ അതെ, AKG ആദ്യം വരുന്നതിന് നിരോധിച്ചിരുന്നു. പിന്നെ ആ നിരോധനമെല്ലാം കഴിഞ്ഞ് AKG കൊണ്ടുവന്നപ്പോൾ ഒരു വലിയ ഉത്സാഹമായി. അന്ന് ഈ പാട്ട് ദേവരാജൻ തന്നെ പാടണം. ദേവരാജൻ കൊല്ലത്ത് കോളേജിൽ പഠിക്കുകയല്ല, പരവൂരിൽ നിന്ന് വരുത്തി ഈ പാട്ട് പാടണമെന്ന് പറഞ്ഞ് പാടി. അപ്പോൾ AKGക്ക് വലിയൊരു സന്തോഷമായി. അപ്പോൾ അതൊക്കെ അങ്ങനെ അതിൻ്റെ ചരിത്രങ്ങൾ പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാനും വൈക്കം വിശ്വനാഥൻ നായരും പുനലൂർ ബാലൻ, വടക്കോട്ട് പോയാൽ വയലാർ, ഇങ്ങനെ ഞങ്ങൾ സ്ഥിരം പ്രാസംഗികരുണ്ട്. SL പുരം, ചിലപ്പോൾ MN കുറുപ്പ് ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ ആ യോഗത്തിൽ ദേവരാജൻ്റെ പാട്ട് ചിലപ്പോൾ ഉണ്ടാവും. അതൊരു അധികമായ ഒരു ആകർഷണം എന്ന തരത്തിൽ. അങ്ങനെ തുടങ്ങി ഒരു ഘട്ടത്തിൽ വെച്ചാണ്
കമ്മ്യൂണിസ്റ്റാക്കി നാടകം ഇവിടെ ചവറയിലെ കോടാകുളങ്ങര വാസുപിള്ളയുടെ തറവാട്ടിൻ്റെ മുറ്റത്ത് ഒരു വലിയ പന്തൽ കെട്ടി റിഹേഴ്സൽ നടത്തി. അതൊരു വലിയ ഉത്സവം പോലെയായിരുന്നു. അവിടെയും ആദ്യം ദേവരാജൻ്റെ ഈ പ്രത്യേക തരത്തിലുള്ള മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ആ സങ്കല്പം, ആ കോൺസെപ്റ്റ് രാജഗോപാലൻ നായർക്കോ അവിടുത്തെ പ്രമാണിമാർ പലർക്കും ദഹിച്ചിരുന്നില്ല. ഒപ്പം അദ്ദേഹത്തോട് കണ്ടാൽ മെലിഞ്ഞ ഒരു കറുത്ത ഒരു പയ്യൻ വന്ന് കയറുമ്പോൾ തന്നെ ഒന്ന് പാടോ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ അദ്ദേഹം പാടില്ല. അതിന് ചില പ്രത്യേക ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ധിക്കാരിയാണ്, അഹങ്കാരിയാണ്. എനിക്കൊരു ചാൻസ് തരണമെന്ന് പറഞ്ഞ് വരുന്നവരെയാണല്ലോ ഈ മനസ്സിൽ കരുതുന്നത്. അങ്ങനല്ല. അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അയാൾ മഹാധിക്കാരിയാണ്, അയാൾ നമുക്ക് ആവശ്യമില്ല എന്ന് വരെ പറഞ്ഞവരുണ്ട്. അത് പോകട്ടെ, അതാരെന്നുള്ള അതിപ്പോൾ അറിഞ്ഞൂടാത്തതുകൊണ്ടായിരിക്കും. ഈ മനുഷ്യൻ്റെ കഴിവ് ലോകം അംഗീകരിക്കുന്ന അറിയുന്ന ഒരു കാലം വരണമേ എന്ന് ഞാൻ ദേവരായൻ്റെ അടുത്തിരുന്ന് തന്നെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത്രയുണ്ട് ആളുകൾക്ക് ഇനിയും മനസ്സിലാകാത്ത എന്തോ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പിന്നെ സഹായത്തിന് വന്നത് പരവൂർക്കാരനായ ജി ജനാർദ്ദനക്കുറുപ്പും ദേവരായൻ്റെ നാട്ടുകാരനാണ്. എല്ലാറ്റിലുപരി കേശവൻ പോറ്റി എന്ന് പറയുന്ന KPSC കേശവൻ പോറ്റി എന്ന് പോലും അറിയപ്പെട്ടിരുന്ന മധ്യ തിരുവിതാംകൂറിലെ പഴയ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായ പോറ്റി സാറും കേശവൻ പോറ്റി. അപ്പം എന്തായാലും നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് 2-3 പാട്ടുകൾ ചെയ്യിച്ച് നോക്കാം എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ വന്നിരുന്ന് ഞാൻ പാട്ട് പഠിക്കാൻ വാങ്ങിച്ചു വെച്ചിരുന്ന ഹാർമോണിയത്തിൽ വിരലോടിച്ച് ദേവരായൻ പതുക്കെ പതുക്കെ നീലക്കുരുവി എന്നൊക്കെയുള്ള പാട്ടുകൾ. നീലക്കുരുവി നീലക്കുരുവി നീയൊരു കാര്യം ചൊല്ലുമോ, നീയൊരു കാര്യം ചൊല്ലുമോ. നർത്തമില്ല പാട്ടുമില്ല കൂത്തുകളിൽ ഈ നാട്ടിലെ താര താര നാടു കാണാൻ വന്നു നീ പോരുന്നീ. പൊന്നരിവാളും എല്ലാം. അപ്പോൾ പൊന്നരിവാളും എന്തായാലും ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ട്യൂണാണല്ലോ. അതുകൊണ്ട് ഇത് വേണം എന്നെല്ലാവരും കൂടെ തീരുമാനിച്ചു. അങ്ങനെ നാടകത്തിലേക്ക് അത് കൂട്ടിച്ചേർത്തതാണ്. എന്നിട്ടും ഈ സുലോചന നേരത്തെ പഠിച്ചു വച്ചിരുന്ന ഒരു ട്യൂണിൽ എഴുതി കൊടുത്ത ഒരു തകർന്നു മഹിയിൽ നിൻ വീണ എന്ന് പറഞ്ഞ് MS സുബ്ബലക്ഷ്മി പാടിയ ഒരു പാട്ടിൻ്റെ ഈണത്തിൽ ഒരു പാട്ടുമൊക്കെ അതിനകത്ത് കിടന്നോട്ടെ എന്ന് വെച്ചു. നന്നായിട്ട് പാടുമായിരുന്നു അതുകൊണ്ട്. പക്ഷേ ആ ദീപങ്ങൾ മങ്ങി കൂരിരുൾ തിങ്ങി മന്ദിരം വന്നതാ കാണുമ്പോൾ മുന്നിൽ എന്ന് പറയുന്ന നമ്മുടെ KS ജോർജിൻ്റെ പാട്ടിലാണ് ഈ കമ്മ്യൂണിസ്റ്റാക്കി നാടകം ആരംഭിക്കുന്നത്. ജോർജിൻ്റെ ശബ്ദം, നല്ല മുഴക്കമുള്ള ശബ്ദം, ദേവരായൻ്റെ വളരെ ലൈറ്റ് ടച്ച് കൊടുത്ത്, നമ്മൾ ഈ മേക്കപ്പ് ഇടുമ്പോൾ പറയുമല്ലോ ലൈറ്റ് ടച്ച് എന്ന്, അങ്ങനെ വളരെ ലൈറ്റായിട്ട് ടച്ച് ചെയ്ത് വൃഗകളൊന്നുമില്ലാതെ അതെല്ലാം കൂടെ ചേർന്നപ്പോൾ അത് ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു പുതിയ എന്തോ ഒന്നുണ്ടായി എന്ന അനുഭവമാണ് സത്യത്തിൽ സംഗീതത്തിൽ നിന്നുണ്ടായത്. ഞാനിപ്പോഴും അതിൻ്റെ ആ ഉദ്ഘാടന രംഗം തട്ടാശ്ശേരി ചവറയിലെ തട്ടാശ്ശേരി ചന്തയിലെ ഒരു പഴയ നാടൻ സിനിമാ കൊട്ടകയ്ക്കകത്ത് വെച്ചായിരുന്നു അത് നടത്തിയത്. അത് കേട്ടുകൊണ്ടിരുന്ന ആളുകൾക്കുണ്ടായ ഒരു സന്തോഷം, അത് കഴിഞ്ഞിറങ്ങി വന്നവർ അവർ പ്രകടിപ്പിച്ച സന്തോഷം, ഇതൊക്കെ ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നാണ് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ദൂരെയുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് നല്ല നിലാവുള്ള ഒരു രാത്രി ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു വരികയാണ്. ഞങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ ഒരു അംഗീകാരമോ ഒരു ജനപ്രീതിയോ ഒരു കയ്യടിയോ ഒക്കെ ഈ പാട്ടുകൾ കിട്ടുമെന്ന്. അപ്പോൾ ദേവരാജൻ മഹാനാണ് ഇതൊക്കെ പറയാൻ തുടങ്ങി. ആര്? ഈ എതിർത്ത് നിന്ന ആളുകൾ പലരും. ഇത് പറയും തന്നെയല്ല, അത് പിന്നെ അങ്ങനെയാണല്ലോ. ഈ നത്തിങ് സക്സീഡ്സ് ലൈക്ക് സക്സസ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മഹാനാവും. ഒരുപാട് അവകാശികളുണ്ട്. പരാജയം പിന്നെ പ്രതിശൂന്യനായിരിക്കും. നമ്മളെ പ്രതിശൂന്യനാക്കും. സാർ ഈ സാറിപ്പോൾ പറഞ്ഞ KS ജോർജും സുലോചനയും നമ്മുടെ സാർ എഴുതി, അതുപോലെ ഭാസ്കരൻ മാഷും വയലാറും ഒക്കെ എഴുതി, ദേവരാജൻ മാഷും രാഘവൻ മാഷും ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ സംഗീതം കൊടുത്ത കാര്യങ്ങൾ പലതും ഇവർ വളരെ പ്രസിദ്ധമാക്കിയിട്ടുണ്ട്. KS ജോർജിന് മലയാളത്തിൻ്റെ പോൾ റോബ്സൺ എന്നും ചിലർ വിശേഷിപ്പിക്കാം. ഇവർ രണ്ടുപേരെയും കണ്ടെത്തിയതിൽ ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ സാംസ്കാരിക സംഘടനകളുടെ ഒരു
ജനകീയ പ്രവർത്തന ശൈലി ഒരു പങ്ക് വഹിച്ചിട്ടുള്ളതായിട്ട് തീർച്ചയായിട്ടുണ്ട്. കെ.എസ്. ജോർജ് പുനലൂരോ മറ്റൊരു പേപ്പർ മില്ലിൻ്റെ അടുത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗം നടക്കുമ്പോൾ കൊച്ചു പയ്യനായിട്ട് എനിക്കൊരു പാട്ട് പാടാൻ അവസരം തരുമെന്ന് ചോദിച്ചു ചെന്നപ്പോൾ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് ഒരു പാട്ട് പാടിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കണ്ടെത്തിയ പുനലൂർ രാജഗോപാലൻ നായരും അതുപോലെ എനിക്ക് തോന്നുന്നു ONV സാറും കൂടെ പോയിട്ടാണ് ഈ KPSC സുലോചന കൊച്ചുകുട്ടിയായിരിക്കും. ഞാൻ കൂടെ പോയിരുന്നില്ല, ഞാനും ഉണ്ടായിരുന്നു അന്ന് ഞാനിവിടെ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ കൊല്ലത്ത് പഠിക്കുകയാണ്, ഇവിടെ വന്നു പോവുകയായിരുന്നു. പോറ്റി സാറും ജനാർദ്ദനക്കുറുപ്പും രാജഗോപാലൻ നായരും എല്ലാം കൂടി പോയതാണ് വിളിച്ചതെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ. അത് MP പോൾ സാറാണ് ഞങ്ങളോട് പറഞ്ഞത്, ഇങ്ങനെ നല്ല ഒരു വോയിസ് ഒരു കുട്ടിയുടെ ഞാൻ കേട്ടു. ആൾ ഇന്ത്യ റേഡിയോയുടെ ഒരു MS സുബ്ബലക്ഷ്മി പാടിയ ഒരു കീർത്തനമാണ് അവർ പാടിയത്. നന്നായിരിക്കുന്നു, നല്ല ശക്തി, നല്ല സ്വീറ്റ്നെസ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഒന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ആൾ ഇന്ത്യ റേഡിയോയിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ ആ അമ്മൻകോവിൻ്റെ അടുത്ത് പുളിമുട്ടി ഇങ്ങോട്ടിറങ്ങി വരുമ്പോൾ ആ ഇടവഴിയിലൊരു വീട്ടിലാണ് അവരെ കണ്ടെത്തി. ബാക്കിയൊക്കെ ചരിത്രമാണ്. ചെപ്പ് കിളിക്കിണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നു കാട്ടു, ചെപ്പ് കിളിക്കിണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നു കാട്ടു, മിന്നിണതെന്താണ് നല്ല കുട്ടിക്കൊരു മണിപ്പൊന്മാല, മിന്നിണതെന്താണ് നല്ല കുട്ടിക്കൊരു മണിപ്പൊന്മാല. ഓണനിലാവത്ത് തുള്ളാട്ടം കൊള്ളും മോവന ചങ്ങാതിയോല്ലൂ നീ, ഓണനിലാവത്ത് തുള്ളാട്ടം കൊള്ളും മോവന ചങ്ങാതിയോല്ലൂ നീ. ഈ പ്രൊഫഷണൽ നാടകക്കാരുടെ ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർക്ക് പരിചയമുള്ളൂ. അതെങ്കിലും അവരെ വിളിച്ചുകൊണ്ട് വന്നു. പാടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കണ്ടെത്തുന്ന ഒരു നല്ല ഒരു ശബ്ദം, അതിൻ്റെ സന്തോഷം. പിന്നെ അഭിനയിക്കുകയും ചെയ്യും, അഭിനയിച്ചു പാടും. അന്ന് ഈ മൈക്കല്ലാതെ മറ്റു ഉപകരണങ്ങളൊന്നുമില്ല, റെക്കോർഡ് ചെയ്ത് പാടുക, അണിയറയിൽ ഒന്നുമില്ല. ഓരോ ദിവസത്തിനും അപ്പോഴപ്പോൾ പാട്ട് അണിയറയിൽ നിന്ന് ഈ പശ്ചാത്തല സംഗീതത്തോടൊപ്പം പാടി തീർക്കുക തന്നെ വേണം. ഈ വേദിയിൽ തന്നെ വന്നിരുന്ന് ചവിട്ട് ഹാർമോണിയൊക്കെ വെച്ച് പാടുന്ന സംഗീത ഗുസ്തി നടത്തുന്ന ഒരു സമ്പ്രദായം. അത് സാങ്കേതികമായി പറഞ്ഞാൽ ആദ്യം മാറ്റിയത് തിക്കുറിശ്ശിയാണെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ തിക്കുറിശ്ശിയുടെ നാടകം അത്ര സംഗീതപ്രധാനമായ നാടകങ്ങളായിരുന്നില്ല, അപൂർവം പാട്ടുകളുണ്ടായിരുന്നേ ഉള്ളൂ. ഇതാണ് ആദ്യമായിട്ട് ഈ വേദിയിൽ നിന്ന് ഇയാളെ മാറ്റുന്നത്. കാരണം പശ്ചാത്തലത്തിൻ്റെ യഥാർത്ഥ പ്രതീതി ഉണ്ടാകുന്നതിന് ഈ ഹാർമോണിയം തടസ്സം നിൽക്കും. മറ്റൊന്ന് ഈ ചവിട്ട് ഹാർമോണിയക്കാരൻ്റേതായിരിക്കുന്ന കസർത്തുകൾ അതിനകത്തുണ്ടാകും. കൊട്ടാരത്തിൽ ശങ്കുണ്ണി യേശുദാസിൻ്റെ അച്ഛനുമൊക്കെ നാടകം കളിക്കുന്ന കാലത്ത് ഇതിൽ MP പോൾ മാഷും സാറും സഹപ്രവർത്തകരും കൂടെയൊക്കെ ഈ നാടകത്തിൻ്റെ ഈ അവതരണ ശൈലിയിൽ മാറ്റം വരുത്തണമെന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നത് അദ്ദേഹം ഇവിടെ ഒരു ട്യൂട്ടോറിയൽ കോളേജിട്ട് പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്ത് അദ്ദേഹത്തിൻ്റെ ആരാധകരായ ഇംഗ്ലീഷ് സാഹിത്യവും പഠിക്കുന്ന ചില വിദ്യാർത്ഥികൾ അവിടെ പോയിരുന്നു സാറിനെ കൊണ്ട് സംസാരിപ്പിക്കുക. അപ്പോൾ സാറിൻ്റെ ഈ സംഭാഷണം കേൾക്കാൻ വളരെ സുഖമാണ്. സുഖമെന്ന് പറഞ്ഞാൽ ഒരു കവിത വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന സുഖമാണ്. അദ്ദേഹം ഈ ഷേക്സ്പിയറിയൻ കഥാപാത്രങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ സോഫ്റ്റ് സ്പോക്കൺ വേർഡ്സാണ്, വളരെ മൃദുഭാഷിതം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കാനുള്ള കൗതുകത്തിൽ ചെല്ലുന്നതിനിടയ്ക്കാണ് അന്ന് ഓണേഴ്സിന് പഠിച്ചിരുന്ന ഒരു രാജാമണി, പിൽക്കാലത്ത് അദ്ദേഹം ഒരു വലിയ ഒരു ഹൈക്കോർട്ടിലെ ഒരു അഭിഭാഷകനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ മകനും വളരെ പ്രശസ്തനായ ഒരു IFS ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ രാജാമണിയാണ് അവിടെ കൊണ്ടുപോകുന്നത്. രാജാമണിയുടെ കൂടെ ജനാർദ്ദനക്കുറുപ്പ്, രാജഗോപാലൻ നായർ, അങ്ങനെ ഞങ്ങൾ ചിലരും കൂടെ ചെല്ലും. ഞാൻ ഒറ്റയ്ക്കല്ലാതെ ഇദ്ദേഹത്തിനോട് ചില സംശയങ്ങൾ ചോദിക്കാനൊക്കെ ആയിട്ട് അല്ലാതെയും പലപ്പോഴും ഇവിടെ ഉള്ള വൈകുന്നേരങ്ങളിലൊക്കെ പോകും. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം ഞങ്ങളോട് തോന്നാൻ കാരണം ഇവിടെ ഈ കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള പ്രദർശനം നടക്കും. ഒരു മാസത്തോളം നീണ്ട ഒരു പ്രദർശനം കോർപ്പറേഷൻ്റെ, അത് ഈ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. അന്ന് പന്തലൊക്കെ കെട്ടി ആ പ്രദർശനത്തിൽ കലാപരിപാടികൾ ഹരീന്ദ്രനാഥ് ചതോപാധ്യായെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അത് വിളിച്ചുകൊണ്ട് വന്നു. കാരണം അതിൽ മുൻകൈ എടുക്കുന്നത് അന്ന് ഇൻഡോ ചൈന സൊസൈറ്റി, ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റി, ഇൻഡോ റഷ്യൻ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റിയൊക്കെ പോലുള്ള സാംസ്കാരിക സംഘടനകളുടെ ഒരു പ്രേരണ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഹരീന്ദ്രനാണെങ്കിൽ ആ ഇടയ്ക്ക് സോവിയറ്റ് യൂണിയനിലൊക്കെ പോയി വന്ന് നിൽക്കുന്ന ഒരു കാലമാണ്. അങ്ങനെ ഹരീന്ദ്രൻ, ചന്ദ്രലേഖ പട്ടേൽ, ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ദശരഥ് പട്ടേൽ,
അവരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പാടാനുമൊക്കെ വരും. അങ്ങനെ ഹരീന്ദ്രനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഷേക്സ്പിയർ നാടകമൊക്കെ കളിപ്പിക്കുന്നു എന്നുള്ള തരത്തിൽ അതിന് പ്രേരണ നൽകുന്ന ഞങ്ങളോടൊരു സ്നേഹം പോൾ സാറിനുണ്ട്. പോൾ സാറിന് പിന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിലുള്ള സാറിൻ്റെ താല്പര്യവും ഷേക്സ്പിയറിയൻ ഡ്രാമയുള്ള താല്പര്യമൊന്നും പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതില്ല. അതിൻ്റെ ഒരു കെയർ ഓഫിലാണ് ഞങ്ങളൊക്കെ സാറിൻ്റെ മുമ്പിൽ ചെന്ന് കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ സാറിൻ്റെ റെഗുലർ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവിടെ വന്നിരുന്നു പതുക്കെ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങും. അത് കേൾക്കുന്ന ഒരു സുഖം. ആ കൂട്ടത്തിലാണ് നാടക ചർച്ച, KPSCയുടെ രൂപവൽക്കരണം, അതിലാരൊക്കെ എന്ത് വേണം, എൻ്റെ മകനാണ് ശരി എന്നൊരു നാടകം ഒരു സമൂഹ സൃഷ്ടിയായിട്ട് പലരും കൂടി ചേർന്നുണ്ടാക്കി. അതിൻ്റെ ഫോർമുലയൊക്കെ ശരിയായിരുന്നു, പക്ഷേ അത് നാടകമായില്ല. കാരണം അത് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ആ എഴുതുന്ന ഒരാളിൻ്റെ ഒരു പ്രതിഭയിൽ നിന്നത് വരണം. നാടകം ഇങ്ങനെ ഈ കൂട്ടായിട്ടുണ്ടാക്കിയാൽ അത് ശരിയാവില്ലത്. ഈ ഫോക്ക് ഡ്രാമാസൊക്കെ അങ്ങനെ പലതും ഉണ്ടാകും, ഇംപ്രവൈസ് ചെയ്തൊക്കെ ഉണ്ടാകും. അതിൻ്റെ പാഠം ഉൾക്കൊണ്ടാണ് സത്യം പറഞ്ഞാൽ തോപ്പി പാസി കമ്മ്യൂണിസ്റ്റാക്കി നാടകം എഴുതിയത്. അതിനു മുമ്പ് മുന്നേറ്റം എന്നൊരു ചെറിയ ഏകാംഗമായിരുന്നു. ആ ഏകാംഗത്തിലെ കഥാപാത്രങ്ങളോടൊപ്പം വേറെ ചില കഥാപാത്രങ്ങളെയും കൊണ്ടുവന്ന് അദ്ദേഹം എഴുതി. അതും രംഗത്ത് അവതരിപ്പിച്ചപ്പോൾ ഈ സുലോചന എടുത്തിരുന്ന സുമം എന്ന് പറയുന്ന കഥാപാത്രമൊന്നും പാസി ആദ്യം എഴുതിയ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നില്ല. അതുമൊക്കെ ചേർത്ത് അങ്ങനെ അത് ഒരു ഒത്തുചേരൽ, ജനങ്ങൾക്കന്ന് ആവശ്യമായിരുന്ന എന്തൊക്കെയോ കാര്യങ്ങളുടെ ഒരു ഒത്തുചേരലുണ്ടായി. ആ കൂട്ടത്തിൽ ഒത്തുചേർന്നതാണ് എൻ്റെയും ദേവരായൻ്റെയും ഈ പാട്ടും. സാറിൻ്റെ ഈ നാടകഗാനങ്ങളും ചലച്ചിത്രഗാനങ്ങളുമൊക്കെ പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളീയ സംസ്കൃതിയുടെയും കേരളീയ അനുഭവത്തിൻ്റെയും ഒരു ചെറിയൊരു ഭാഗമാണ്, ഒരു അംശമാണ്. അങ്ങനെ അവർ സൂക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും സന്ദർഭത്തിൽ എൻ്റെ രചനകൾ തങ്ങൾക്ക് തൽക്കാലം നാട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരുമ്പോൾ നഷ്ടപ്പെടുന്ന കേരളത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും അനുഭവവേദ്യമാക്കി കൊടുക്കാൻ എൻ്റെ രചനകൾ പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുള്ള നിമിഷങ്ങളുണ്ടോ? ആദ്യമായി ഞാൻ ഗൾഫിൽ പോയത് മസ്കറ്റിലേക്കാണ്. മസ്കറ്റിൽ ചെന്ന് അവിടുത്തെ പ്രധാന പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൂരെയായിട്ട് ഈ മലയാളികൾ ക്യാമ്പ് ഷെഡിൽ താമസിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടാക്കൊള്ളാമെന്ന് പറഞ്ഞു. കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അതിനുവേണ്ടി 2 ദിവസം അവിടെ താമസിച്ചു. അപ്പോൾ മസ്കറ്റിലെ ഈ പ്രധാന നഗരത്തിൽ നിന്ന് ഉള്ളിലേക്ക് കൊണ്ടുപോയി. ഒമാനിലെ ഇൻറ്റീരിയറിൽ ഈ ഒരു ബ്രിട്ടീഷ് ഓൺഡ് കമ്പനിയുടെ ജോലിക്കാരാണ്. അവർക്ക് ഈ 2 ടയർ ആയിട്ട് ഉള്ള ക്യാമ്പുകൾ, 2 ടയറിലാണ് കിടക്കാനുള്ള പലതര കട്ടിൽ. അങ്ങനെ അവിടെ ഞാൻ ചെല്ലുന്നൊന്നും അവർക്ക് യാതൊരു മുന്നറിയിപ്പുമില്ല. ഒരു 2-3 കാറിലായിട്ട് നമ്മുടെ ഭാരവാഹികൾ എന്നെയും കൊണ്ട് അവിടെ ചെല്ലുന്നു. അപ്പോൾ അവരിങ്ങനെ അന്തം വിട്ട് നോക്കുക. അപ്പോൾ ഒരു ചതുരശ്ര ആകൃതിയിലുള്ള മധ്യത്തിലൊരങ്കണം, അതിൻ്റെ ചുറ്റുമാണ് ഈ ക്യാമ്പുകൾ. അപ്പോൾ അവിടെ ഒരു കിണറും ഉണ്ടാവും, എല്ലാവർക്കും ഒന്നിച്ച് ഉപയോഗിക്കാവുന്ന. അപ്പോൾ ഒരു കൂട്ടർ അലക്കുന്നു, ഒരു കൂട്ടർ കറിക്ക് നുറുക്കുന്നു, ഒരു കൂട്ടർ പാചകത്തിൻ്റെ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് നിൽക്കുന്നു. അങ്ങനെ എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്യുകയാണ്. ഇതിനെല്ലാം പശ്ചാത്തലമായിട്ട് ഒരു ചെറിയ ഒരു ട്രാൻസിസ്റ്റർ അവിടെ ഉണ്ട്. അതിനകത്ത് ഞാൻ ചെന്ന് കയറുമ്പോൾ വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവ എന്നുള്ള പാട്ട് സുലേനയുടെ ശബ്ദത്തിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അത് ഇവർക്കെല്ലാം കേൾക്കത്തക്കവണ്ണം ഉറക്കം വെച്ചിരിക്കുകയാണ്. അങ്ങനെ നിന്നപ്പോൾ എൻ്റെ കൂടെ വന്നവർ പറഞ്ഞു, ഇത് സാറിൻ്റെ പാട്ടാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ സാറിൻ്റെ പാട്ടാണല്ലോ കേൾക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നെ മനസ്സിലായി പലരും. അവരെ കണ്ടിട്ട് വന്നവർ പലരും. അവർ വന്ന് പറഞ്ഞല്ലോ, ഒരു ചെറുപ്പക്കാരൻ ഇപ്പോഴും ഞാൻ മറക്കില്ല. അയാൾ പറഞ്ഞു, സാറേ, ഈ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് 2-3 കൊല്ലത്തിൽ ഒരിക്കലേ നാട്ടിൽ പോകാൻ പറ്റൂ, നാട്ടിലൊന്ന് പോയി വന്ന ഒരു സുഖം കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഗാനരചനയുടെ പേരിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു അവാർഡായിട്ട് ഞാൻ സ്വീകരിക്കുന്നു സ്നേഹിത, നമസ്കാരം എന്ന് പറഞ്ഞു. വെള്ളാരംകുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവ, വെള്ളാരംകുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവ,
കൈരണിപ്പാടത്ത് വെയിൽ മൂത്ത നേരത്തെ കുളിരും കൊണ്ടോടിവ കാറ്റേവ. ഈ ജ്ഞാനപീഠ സമ്മാനം ലഭിച്ചു എന്ന അറിയിപ്പ് വരുമ്പോഴും ഞാൻ ദുബായിലായിരുന്നു, മറ്റൊരു ഗൾഫ് രാജ്യത്ത്. അവിടെയും ജനങ്ങളുടെ മനസ്സിൽ ഇത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഈ അമ്മ എന്നൊക്കെ പറയുന്ന പോലെയുള്ള കവിതകളുമൊക്കെ അവിടുത്തെ കുട്ടികളുമൊക്കെ പഠിക്കുന്നുണ്ട്. അവർക്ക് ഒരുപക്ഷെ മലയാളം സ്കൂളിൽ പഠിക്കാൻ കഴിയാത്ത ദുഃഖം തീർക്കുന്നത് തന്നെ ഈ കവിതകളുടെയൊക്കെ കാസറ്റ് കുട്ടികൾക്ക് കേൾപ്പിച്ച് അവരെ കൊണ്ട് പഠിപ്പിച്ച് ചൊല്ലുക, ഇതൊക്കെ അവരുടെ ഒരു രീതിയാണ്. അങ്ങനെ മലയാള ഭാഷയോടും മലയാള നാട്ടിനോടുമുള്ള അവരുടെ ഈ മനസ്സിൻ്റെ ഒരു പ്രത്യേകമായ ഒരടുപ്പം, ആഭിമുഖ്യമൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, അവരുടെ മനസ്സിൽ ഒട്ടി നിൽക്കുന്ന ആ ഒരു സംഗതി, അതിന് ഞാൻ ഒരു പങ്ക് വഹിക്കുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു എളിയ പങ്ക്. ഒരു പക്ഷേ അതുപോലെ തന്നെ ഭാസ്കരൻ മാഷയുടെയോ അല്ലെങ്കിൽ വയലാറിൻ്റെയൊക്കെ തന്നെ പാട്ടുകൾ സഹായകമായിട്ടുണ്ടാവും, സംശയമില്ല. നമ്മുടെ ചലച്ചിത്ര കാവ്യശാഖ അതിൻ്റെ ഒരു സൗഭാഗ്യമെന്ന് പറയാമെന്ന് തോന്നുന്നു. നിങ്ങളുടെ ത്രിമൂർത്തികൾ ഭാസ്കരൻ മാഷും ONV സാറും വയലാർ രാമവർമ്മയും, നിങ്ങളുടെ ഈ സർഗാത്മകതയുടെ സാന്നിധ്യം നമ്മുടെ ചലച്ചിത്ര കാവ്യശാഖയെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്താൻ സഹായമായിട്ടുണ്ടെന്നാണ് ഞങ്ങളെപ്പോലുള്ള എളിയ ആസ്വാദകന്മാർക്ക് തോന്നുന്നത്. നിങ്ങളുടെ സർഗാത്മകത പരസ്പരം പോഷിപ്പിച്ചിട്ടുണ്ടോ എന്നെനിക്ക് തോന്നുകയാണ്. പിന്നെ ONV സാറും ഗാനരചന നടത്തുന്നുണ്ട് എന്നുള്ള ഓർമ്മ വളരെ ഉന്നത നിലവാരമുള്ള രചനകൾ നടത്താൻ ഭാസ്കരൻ മാഷയും വയലാറിനെയും പ്രേരിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ സാറിനെയും പ്രേരിപ്പിച്ചിട്ടുണ്ടാവും. ഇത് സംഗീത സംവിധാനത്തിൻ്റെ മേഖലയിലും പ്രസക്തമാണ്. ദേവരാജൻ മാഷും ദക്ഷിണാമൂർത്തിയും രാഘവൻ മാഷും ഒക്കെ, ബാബുരാജും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ശേഷം വന്ന ശ്രീകുമാരൻ തമ്പിയെപ്പോലുള്ളവരുടെയും നല്ല രചനകളുണ്ട്. അവർക്കും വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ഇവരെല്ലാം എഴുതി ഒരു മലയാള ചലച്ചിത്ര കാവ്യശാഖ ഒരു ഉന്നത നിലവാരത്തിൽ എത്തിച്ചിരിക്കുന്നു. സോ വി ഷുഡ് നോട്ട് ഡു ലെസ്. നമുക്കതിനകത്തൊരു താഴാൻ പാടില്ല എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനൊരു പങ്ക് വഹിച്ചതിൽ സാറിനൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഓരോരുത്തരും വെവ്വേറെയായി നിൽക്കുകയും അതേ സമയത്ത് ഒരു കൂട്ടായ്മയായി പൊതുവായ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ നേട്ടം. ഇപ്പോൾ വയലാറിൻ്റെ കാവ്യാത്മകമായ ചില വരികളൊക്കെ കേട്ടാൽ അത് കവിതയല്ലെന്നങ്ങനെ പറയാൻ സാധിക്കും. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ. അതുപോലെ കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ല ഓമനെ അടങ്ങുകില്ല. ഇതൊക്കെ ഒരു കവി എഴുതുന്നതാണ്. ഒരു കവിക്ക് മാത്രമേ ഇത് എഴുതാൻ സാധിക്കൂ. അല്ലാതെ 2-3 സംബോധനകളിലും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാനും തൊട്ടോട്ടെ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് മാതിരിയുള്ള പാട്ടുകളല്ല അത്. സാറിൻ്റെ കൽപ്പന. അതുപോലെ അഞ്ജനക്കണ്ണെഴുതി എന്നുള്ള P. ഭാസ്കരൻ്റെ രചന പോലെ ഈ സംസ്കൃത സാഹിത്യത്തിൽ വാസക സഞ്ചിക എന്നൊരു വിഭാഗം നായികയുണ്ട്. അതായത് തൻ്റെ കവിതാവിന് വേണ്ടി, ഇഷ്ടപ്പെട്ടവന് വേണ്ടി എല്ലാം ഒരുങ്ങി നിൽക്കുന്ന ഒരു നായിക. അതിൻ്റെ മലയാളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു രൂപമാണ് അഞ്ജനക്കണ്ണെഴുതിയിലൂടെ നമുക്ക് കിട്ടുന്നത്. ആശിച്ച കറിയെല്ലാം ഒരുക്കി വെച്ചു, മനസ്സിലായി. അപ്പോൾ നേരെ മറിച്ച് ഈ തരുന്ന ട്യൂണിനകത്ത് ഈ ആശിച്ച കറിയെല്ലാം ചേരുകയില്ല. നല്ല ട്യൂണിന് നല്ല പാട്ട് എഴുതാൻ സാധിക്കും, പക്ഷേ ഈ ആശിച്ച കറിയെല്ലാം പലപ്പോഴും നല്ല ട്യൂണിനകത്ത് കയറുകയില്ല. പിന്നെ ആ നല്ല ട്യൂൺ അതിൻ്റേതായൊരു വ്യക്തിത്വമുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ വാക്കുകളും അതനുസരിച്ചൊക്കെ അതിനകത്ത് ശരിപ്പെടുത്തി വയ്ക്കാം. അങ്ങനെയാണ് സൽദയുടെ സംഗീതത്തിലാണ് കടലിലെ ഓളവും എന്നുള്ള രാമവർമ്മ എഴുതിയത്. പക്ഷേ പിന്നെ ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് പറഞ്ഞില്ലേ, അതുപോലെ യൂസഫ് അലിയുടെ പാട്ടുകൾ, നല്ല പാട്ടുകൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ സന്തോഷം തന്നിട്ടുള്ള, നമ്മുടെ പിന്നാലെ ആളുണ്ട് എന്ന് തോന്നിയിട്ടുള്ള പാട്ടുകളാണ്. അതിന് ശേഷം വന്നവരും അവരാൽ കഴിയുന്ന പോലെ നന്നായിട്ടൊക്കെ എഴുതുന്നുണ്ട്, മോശമല്ല. പക്ഷേ ആ ശൈലി മാറിപ്പോകുന്നു. ശൈലി മാറ്റാൻ എന്നെപ്പോലും പ്രേരിപ്പിക്കുകയോ നിർബന്ധിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ സാഹചര്യം. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സെറ്റപ്പ്, അതിൻ്റെ സെറ്റപ്പ് മാറിപ്പോയിരിക്കുന്നു. അങ്ങനെ സെറ്റപ്പ് മാറി ഈ മര്യാദയ്ക്ക് സംഗീതക്കാരനെ അനുസരിച്ച് കൊള്ളണം എന്ന് ഒരു ഏതാണ്ട് അലിഖിത നിയമം വന്നതുപോലെ ഒരു തോന്നലുണ്ട്. അത് നമ്മളനുസരിച്ചിട്ടില്ല. അങ്ങനെ എഴുതി കൊടുക്കും, അത് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാതെ നമ്മൾ എഴുതി ട്യൂൺ ചെയ്യണമെന്ന് ആവശ്യപ്പെടേണ്ട അവസരത്തിൽ അങ്ങനെ ചെയ്യാൻ പറയുകയും ചെയ്യും.
സാർ 1955 തോന്നുന്നു കാലം മാറുന്നു ആദ്യം എഴുതി. 2010 സാറ് പിന്നെ എഴുതിയിട്ടുണ്ട്. എഴുതുന്നത് 55 വർഷം ഇല്ലേ, 5.5 പതിറ്റാണ്ട് കാലം ഇങ്ങനെ യുവാവായി എല്ലാ മാനസിക ഭാവങ്ങൾക്കും അനുയോജ്യമായ രചനകളുമായി നിൽക്കാൻ കഴിയുക എന്ന് പറയുന്ന വിസ്മയം അത് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടാകും. മനസ്സിലെ യൗവനം കാത്തു സൂക്ഷിച്ചാൽ മതി. ആ കാര്യത്തിൽ മനസ്സിലൊരു യൗവനം ഉണ്ടായിരിക്കണം. മനസ്സിലെ യൗവനം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ കാമനകൾക്ക് വഴങ്ങുന്നതല്ല, മനസ്സിൻ്റേതായിരിക്കുന്ന കാമനകളുണ്ട്, അത് സൗന്ദര്യാത്മകമാണ്. സീതയുടെ ദുഃഖം നമ്മുടെ ദുഃഖമാണ്, പക്ഷേ സീത എന്ന വ്യക്തിയുടെ ദുഃഖമല്ലാതെ സീത നമ്മൾ ഒരു നിർവ്യക്തികമായി തീരുന്നു. അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഇപ്പോൾ ശകുന്തളയും ദുഷ്യന്തനും തമ്മിൽ സ്നേഹമുണ്ടാകുന്നു, പക്ഷേ നമ്മൾ ശകുന്തളയെ പ്രേമിക്കുന്നില്ലല്ലോ. പക്ഷേ ശകുന്തള പ്രണയലേഖനം എങ്ങനെ എഴുതുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സും അതിനനുസരിച്ച് പോകുന്നില്ല. അവിടെ നിർവ്യക്തികത്വം വരുന്നു, അവിടെ നമ്മൾ സാധാരണീകരിക്കപ്പെടുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ തത്വം. അങ്ങനെ നമുക്ക് മനസ്സുകൊണ്ട് ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു കൗമാര സ്നേഹത്തിൻ്റെ പോലും വികാരം സാധാരണീകരിച്ച് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നിടത്തോളം അങ്ങനെ എഴുതാൻ പറ്റും. നേരെ മറിച്ചോ ഞാൻ വയസ്സനായിപ്പോയി, എൻ്റെ ശരീരകാമനകളെ മാത്രമാണ് ഞാൻ അനുസരിക്കുന്നതെങ്കിൽ എൻ്റെ ശരീരകാമനയുടെ വാർദ്ധക്യം എൻ്റെ മനസ്സിനെയും ബാധിക്കും, എഴുതാൻ പറ്റില്ല.